ജനാധിപത്യ ഉത്സവത്തിൽ സജീവമായി തന്നെ നിലമ്പൂർ പങ്കെടുക്കുന്നു എന്നതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. 2021 ഒരു കാര്യം വെച്ച് നമുക്ക് തട്ടിച്ചു നോക്കാൻ കഴിയില്ല. കാരണം ഇത് ഉപതെരഞ്ഞെടുപ്പാണ്. സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്പം വ്യത്യാസമായിരിക്കും. പോളിംഗ് പെർസെൻറ്റേജ് സാധാരണഗതിയിൽ കുറയുകയാണ് പതിവ്. പക്ഷേ എങ്കിലും ആദ്യഘട്ടത്തിൽ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പലരും എത്തി വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചുങ്കത്തറയിൽ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളെല്ലാം 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മോഹൻ ജോർജിൻ്റെതുകൂടി എന്തായാലും കുടുംബസമേതമാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയത്. ചുങ്കത്തറ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF-നാണെങ്കിലും LDF-നാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ശക്തിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ ഈ നിലമ്പൂർ അസംബ്ലി സെഗ്മെന്റിൽ ഈ ചുങ്കത്തറ പഞ്ചായത്തിൽ UDF-ന് 314 വോട്ടിന്റെ സ്ലൈറ്റ് എഡ്ജും ആണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ചുങ്കത്തറ നേരത്തെ അൻവർ എഫക്റ്റിന്റെ പേരിൽ അല്ലെങ്കിൽ അൻവർ എഫക്റ്റിന്റെ ഒരു പശ്ചാത്തലത്തിൽ LDF-ൽ നിന്ന് ഭരണം UDF പിടിച്ച ഒരു ഇടവും കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളും സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ അരങ്ങേറുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പഞ്ചായത്ത് കൂടിയാണ് ചുങ്കത്തറ. എന്തായാലും ഇപ്പോൾ സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വലിയ ആവേശം തന്നെ പുറത്ത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് നിസ്സംശയം തന്നെ പറയാം. എന്തായാലും ആ ഉപതെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം. ആ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കേഡറുകളെല്ലാം എത്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാവരും എത്തി വോട്ട് രേഖപ്പെടുത്തണമെന്ന അഭിപ്രായമാണ് മുന്നണികൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. അദ്ദേഹം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കുടുംബസമേതം അദ്ദേഹം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം എത്തി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷിയടയാളം ഉയർത്തി കാണിക്കുകയാണ്. ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഈ കർഷകരെ മലയോര ജനതയെ നേരിട്ടറിയാവുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അവരെ പ്രതിനിധാനം ചെയ്യാൻ കഴിയും, അവരുടെ ആവശ്യങ്ങൾ മുന്നിട്ട് വെക്കാൻ കഴിയും, അത് നേടിയെടുക്കാൻ പോരാടാൻ കഴിയും എന്നൊക്കെയാണ്. മലയോര മേഖലയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നല്ല പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് വളരെ നല്ല പ്രതീക്ഷയാണ്. ഞാൻ രാവിലെ എല്ലാ ബൂത്തിലും പോയിരുന്നു. കുറെ ബൂത്ത് വഴിക്കടവ് പഞ്ചായത്തിലെ പല ബൂത്തുകളിലും പോയി. വളരെ നല്ല പ്രതീക്ഷയാണ്. ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്. അതാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത നിലമ്പൂർ എന്നുള്ളതാണ്. ആ വികസിത നിലമ്പൂരിന് അനുകൂലമായ ഒരു മാറ്റം ജനങ്ങൾ കാണുന്നുണ്ട്. എല്ലായിടത്തും ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നുണ്ട്. ഇവിടുത്തെ വികസനത്തിന്റെയാണ് മെയിനായിട്ട് പ്രതികരിക്കുന്നത്. മലയോര മേഖലയിലെ വോട്ടുകൾ എത്രമാത്രം BJP-ക്ക് അനുകൂലമാണ്? കാര്യമായൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാര്യമായൊരു മുന്നേറ്റം ഉണ്ടാവും. പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം BJP ഇപ്പോൾ ലക്ഷ്യമിക്കുകയാണെങ്കിൽ അത്തരം ചില പുതിയ വോട്ടുകൾ കൂടി വരും എന്നാണോ? തീർച്ചയായിട്ടും ചെറുപ്പക്കാർ മാറി ചിന്തിക്കുകയല്ലേ. തീർച്ചയായിട്ടും ചെറുപ്പക്കാർ വളരെ മാറി ചിന്തിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട്. എന്താണ് ഇത്തവണ BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഘടകം വന്നിട്ടുള്ളത്? മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ മാറി ചിന്തിക്കുന്നു. നരേന്ദ്രമോദിജിയുടെ വികസനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചെറുപ്പക്കാർക്ക്, എക്സ് മിലിറ്ററിക്കാർക്ക്, അതേപോലെ തന്നെ കർഷകർക്ക്, കർഷക തൊഴിലാളികൾക്ക്, നാനാജാതി മതങ്ങൾക്ക്, നാനാ വിഭാഗങ്ങളിലെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും നരേന്ദ്രമോദിജിയുടെ ഗുണം കിട്ടാത്ത ആരുമില്ലല്ലോ. അത് നരേന്ദ്രമോദിജിയുടെ ഗുണങ്ങൾ അത് സംസ്ഥാന സർക്കാർ അവരുടേതായി അവതരിപ്പിക്കുന്നു. അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കാലങ്ങളിൽ. എല്ലാം ജനങ്ങൾ വിവരമുള്ള ആൾക്കാരില്ലേ, ആ രീതിയിൽ മനസ്സിലാക്കി. അതുകൊണ്ട് മോദിജിയുടെ കാര്യങ്ങൾക്ക് ശക്തി നൽകുവാൻ എനിക്കറിയില്ല. വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മാറ്റം ഉണ്ടാകും, ഒരുപാട് മാറ്റം ഉണ്ടാകും. പക്ഷേ മഴ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ ചെന്ന സ്ഥലത്തൊക്കെ മഴ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അത് കവർ ചെയ്യായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.